नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। हमारा एक पुस्तक प्रोस उनका पाठ समाप्त हो गया। आज ड्रामा है, नाटक है। यहाँ नादिरा ज़हीर बब्बर ने लिखी हुई एक नाटक है। नाटक का नाम सकूबाई। नादिरा ज़हीर बब्बर के बारे में कहें तो നമ്മൾ കേട്ടിട്ടുണ്ടാവും നാദിറ സഹീർ ബബ്ബർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അഭിനേതാവ്, സിനിമാ നടൻ രാജ് ബബ്ബറിൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ സജ്ജദ് ജഗീർ की बेटी है. 1948 ജനുവരി 20 അവർ ജനിച്ചത്. ഇപ്പോൾ ടെലിവിഷൻ, അതുപോലെ തന്നെ സിനിമ, ടെലിവിഷൻ തുടങ്ങിയ മേഖലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നാദിറ ज़हीर बब्बर. नादिरा ज़हीर बब्बर रंगमंच, सिनेमा और टेलीविज़न की मशहूर कलाकार नादिरा ज़हीर बब्बर भारतीय कला जगत में अपने कलाकर्म और सामाजिक सक्रियता के कारण जानी जाती है. ഇപ്പോൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സിനിമ, ടെലിവിഷൻ തുടങ്ങിയവയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കലാകാരിയായിട്ടുള്ള നാദിറ ज़हीर बब्बर ഭാരതീയ ഭാരതീയ കലാലോകത്തിലെ അവരുടെ കലാപ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള ആക്റ്റീവാണ്. ആ ഒരു കാരണം കൊണ്ട്, അതായത് സോഷ്യലായിട്ട് എല്ലാവരുമായിട്ട് പെരുമാറുന്നത് കാരണം തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കലാകാരി എന്ന പേരിൽ അവരെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ राष्ट्रीय नाट्य विश्वविद्यालय की स्नातक और संगीत नाटक अकादमी पुरस्कार से सम्मानित नादिरा ने अपनी संस्था एकजुट के माध्यम से रंगमंच के क्षेत्र में कई नए प्रतिमान कायम लिए हैं. അതുപോലെ തന്നെ राष्ट्रीय नाट्य विद्यालय की स्नातक, ദേശീയ നൃത്തവിദ്യാലയത്തിൽ നിന്ന് ഡിഗ്രിയും, അതുപോലെ തന്നെ സംഗീത നാടക അക്കാദമിയിൽ നിന്ന് പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള നമ്മുടെ നാദിറ, അവരുടെ സ്ഥാപനമായ ഏക്ജുഡിൻ്റെ മാധ്യമത്താൽ രംഗമഞ്ച് കെ ക്ഷേത്രമേ, രംഗമഞ്ച് സ്റ്റേജ് മേഖലയിലെ പുതിയ ഒരു രൂപം തന്നെ, ഒരു പുതിയൊരു സ്ഥാനം തന്നെ അവരെ കായം കിയേ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേശീയ നൃത്തവിദ്യാലയത്തിൽ നിന്ന് ഡിഗ്രി, അതുപോലെ തന്നെ സാഹിത്യ നാടക അക്കാദമിയിൽ നിന്ന് പുരസ്കാരവും ഏറ്റുവാങ്ങിയ നാദിറ അവരുടെ संस्था है एकजुट, उसके माध्यम से रंगमंच के क्षेत्र में कई प्रतिमान कायम रखे हैं. ഇനി അവരുടെ കുറച്ച് രചനകളുടെ പേര് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്, ഡയറക്ഷനാണോ എന്തൊക്കെയാണെന്നുള്ള പറയുന്നുണ്ട്. ഒതെല്ലോ, തുഗ്ലക്, ജസ്മ ഓദൽ, संध्या छाया, बेगम जान आदि नाटकों में केंद्रीय भूमिकाएं निभाने के अलावा
उन्होंने और ऐसे नाटकों का निर्देशन किया है जो भारतीय रंगमंच में अपनी नई पहल कदमी के लिए प्रसिद्ध रहे हैं. ഇപ്പോൾ കുറച്ച് നാടകങ്ങളുടെ പേരാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒതല്ലോ, തുഗ്ലക്ക്, ജസ്മ ഓഡൽ, സന്ധ്യാഛായ, ബേഗം ജാൻ തുടങ്ങിയ നാടകങ്ങളിൽ കേന്ദ്രീയമായിട്ടുള്ള സെൻട്രൽ റോള് നിർവഹിക്കുകയും അതുപോലെ തന്നെ ഈ നാടകങ്ങളുടെ ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. ഈ നാടകങ്ങൾ ഭാരതീയ രംഗ്മഞ്ച് മേം, അതായത് സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങൾ എന്ന പേരിൽ പുതിയൊരു അല്ലെങ്കിൽ ഏക്ക് നയി പഹൽ കദമി, ആദ്യത്തെ ഒരു കാൽവയ്പായിട്ട് അതിനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള, അതായത് കുറച്ച് നാടകങ്ങളാണ് അതിൻ്റെ എല്ലാം കേന്ദ്രീയ റോള് ചെയ്യുകയും അതിൻ്റെ ഡയറക്ഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. सुप्रसिद्ध चित्रकार मकबूल फिदा हुसैन के जीवन पर आधारित पेंसिल से ब्रश तक, धर्मवीर भारती की कालजयी कृति कनुप्रिया एवं अंधा युग पर आधारित इतिहास तुम्हें ले गया कन्हैया और उत्तर पूर्व की पृष्ठभूमि पर ऑपरेशन क्लाउड बर्स्ट सहित उन्होंने दर्जनों ऐसे नाटकों का निर्देशन किया है जो भारतीय रंगमंच में ऐसा कुछ नया जोड़ते हैं जिससे नई पीढ़ी प्रभावित हो सकती है. ഈ വളരെ പ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരൻ മക്ബൂൽ ഫിദ ഹുസൈൻ്റെ ജീവിതം അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിട്ടുള്ള പെൻസിൽ സെ ബ്രഷ് തക്, ആരെക്കുറിച്ചാണ്? വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചിത്രകാരനായിട്ടുള്ള മക്ബൂൽ ഫിദ ഹുസൈൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയിട്ടുള്ള പെൻസിൽ സെ ബ്രഷ് തക് എന്ന് പറയുന്നത് ധർമ്മവീർ ഭാരതിയുടെ കാൽജയി കൃതി, ധർമ്മവീർ ഭാരതിയുടെ കനുപ്രിയ എന്ന് പറയുന്ന നമ്മുടെ ഖണ്ഡകാവ്യം, അതുപോലെ തന്നെ അന്ധായുഗ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിഹാസ് തുമേ ലേ ഗയ കന്നയ്യ, ഇപ്പോൾ കനുപ്രിയ അതുപോലെ അന്ധായുഗത്തിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള രചനയാണ് ഇതിഹാസ് തുമേം ലേ ഗയ കന്നയ്യ. और उत्तर पूर्व की पृष्ठभूमि पर ऑपरेशन क्लाउड बस्ट, ഇനി ഓപ്പറേഷൻ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത് അത് സഹിത് ഉന്നോനെ ദർജനം തുടങ്ങിയ ഡസൻ കണക്കിന് ഇങ്ങനെയുള്ള നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെൻസിൽ സെ ബ്രഷ് തക് എന്ന് പറയുന്ന ചിത്രകാരനെ കുറിച്ചുള്ള നാടകം, ധർമ്മവീർ ഭാരതിയുടെ കനുപ്രിയ അന്ധായുഗ് തുടങ്ങിയ ഖണ്ഡകാവ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള ഇതിഹാസ് തുമേ ലേഖയ കന്നയ്യ എന്ന് പറയുന്നത്, ഓപ്പറേഷൻ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത് തുടങ്ങിയ നാടകങ്ങൾ, ഒരു ഡസനോളം നാടകങ്ങൾ അവർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. जो भारतीय रंगमंच में ऐसा कुछ नया जोड़ते हैं जिससे नई पीढ़ी प्रभावित हो सकती है. നമ്മുടെ ഭാരതീയ രംഗമഞ്ച് മേ ഒരു പുതിയ നമ്മുടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന നാടകങ്ങളിൽ ഒരു പുതിയൊരു വഴിത്തിരിവായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കലായിട്ട് തന്നെ പറയാം. അത് നമ്മുടെ നയി പീढ़ി പ്രഭാവിത ഹോ സക്തി ഹെ. അതിനാൽ നമ്മുടെ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ അതിന് വളരെയധികം പ്രഭാവിതരായിട്ടും ഉണ്ട്. അപ്പോൾ പുതിയ തലമുറയെ സ്വാധീനിക്കാൻ പറ്റിയിട്ടുള്ള നാടകങ്ങളായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. പ്രഗതിശീൽ ലേഖ് സംഘ് के संस्थापक सज्जाद जहीर की बेटी और मशहूर नेता अभिनेता राज बब्बर की पत्नी नादिरा का जन्म 20 जनवरी 1948 को हुआ था. ഇപ്പോൾ എന്താ പറയുക, പ്രഗതിശീൽ ലേഖ് സംഘ് സംഘടന അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള സജ്ജാദ് സഹീറിൻ്റെ പുത്രിയാണ് നാദിറ സഹീർ ബബ്ബർ.
അതുമാത്രമല്ല വളരെ ഫേമസ് ആയിട്ടുള്ള നേതാവും അതുപോലെ തന്നെ അഭിനേതാവുമായിട്ടുള്ള രാജ് ബബ്ബറിൻ്റെ ഭാര്യയുമാണ് നാദിറ. അവർ 1948 ജനുവരി 20 ജനിച്ചു. इन दिनों वे प्रतिष्ठित राष्ट्रीय नाट्य विद्यालय सोसाइटी की सम्मानित सदस्य है. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ അവരെ വളരെയധികം ആദരിക്കപ്പെടുന്ന ദേശീയ നൃത്തവിദ്യാലയ സൊസൈറ്റിയുടെ വളരെയധികം ആദരവ് നേടിയിട്ടുള്ള ഒരു മെമ്പറും കൂടിയാണ് നമ്മുടെ നാദിറ ജഹീർ ബബ്ബർ. അപ്പോൾ അവരുടെ ഒരു രചനയാണ് നമ്മൾ ഒരു നാടകം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലൊരു കഥാപാത്രം മാത്രമായിട്ട് ഒരു കഥാപാത്രം തന്നെയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സക്കുബായി എന്ന് പറയുന്ന നമ്മുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സക്കുബായി തന്നെയാണ്. അപ്പോൾ അതിൽ സക്കുബായിയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. സക്കുബായി ഹമേ अपने घरों में काम करने वालों के जीवन में झांकने का मौका देती है. സക്കുബായി നമ്മുടെ വീടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ജോലിക്കാർ അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന അതിനുള്ളൊരു അവസരം കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് അവിടെ സക്കുബായി. ये कहानी बहुत छोटी उम्र में रोटी कमाने के लिए बाध्य होकर शहर में आई सकुबाई के जीवन और समय को बड़ी दक्षता से दर्शाती है. ഈ സക്കുബായിയുടെ കഥ എന്ന് പറയുന്നത് അതായത് വളരെ ചെറുപ്രായത്തിൽ തന്നെ സമ്പാദിക്കാനായിട്ട്, അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട്, റൊട്ടി കമാനൊക്കെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിർബന്ധിതയായിട്ട് പട്ടണത്തിലേക്ക് വന്ന സക്കുബായിയുടെ ജീവിതം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സക്കുബായിയുടെ സമയം എന്ന് പറയുന്നത് അത് വളരെ സമർത്ഥതയോടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് സക്കുബായി ജീവിച്ച് ജീവിതം എവിടം വരെ എത്തിയെന്ന് നമുക്കായിട്ട് കാണാനായിട്ട് സാധിക്കും. घर के काम करने के साथ साथ वो कभी अंतरंग मित्र, विश्वासपात्र, सलाहकार और कभी चौकीदार की भूमिकाएं भी निभाती है. ഇതിൽ നമ്മുടെ വീട്ടുജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ, വീട്ടുജോലി മാത്രമല്ല അതിനോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയായിട്ട്, നമ്മൾക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു ഉപദേഷ്ടാവായിട്ട്, അതുപോലെ തന്നെ നല്ലൊരു കാവൽക്കാരൻ്റെയൊക്കെ റോളാണ് ഇവിടെ സക്കുബായി നിർവഹിക്കുന്നത്. വീട്ടുജോലി മാത്രമല്ല, നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ട്, നമുക്ക് നല്ല നല്ല ഉപദേശങ്ങൾ തരുന്നൊരു വ്യക്തി, വീടിന് കാവൽ നിൽക്കുന്നൊരു വ്യക്തി, ഇങ്ങനെയുള്ള റോളുകളാണ് ഇവിടെ നമ്മുടെ സക്കുബായി ഇവിടെ നിർവഹിക്കുന്നത്. സക്കുബായി अपनी ज़िंदगी के अनुभवों और कारनामों का विस्तृत ब्यौरा स्वयं बहुत सूक्ष्म परिहास के धागों में पिरोकर प्रस्तुत करते हैं. സക്കുബായി സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ, കാരണമോ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് സ്വയം കുറച്ച് പരിഹാസത്തോടു കൂടി തന്നെ, പരിഹാസത്തിൻ്റെ ദാഗോമേ പിരോക്കർ, നൂലിഴകൾ കോർത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സക്കുബായി സ്വയം അവിടെ അവരുടെ അനുഭവങ്ങളും പ്രവർത്തനങ്ങളുമാണ് അവിടെ എന്ന് പറയുന്നത് ഡീറ്റെയിലായിട്ട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ये नाटक आपको बात करता है तथाकथित उच्चवर्गीय, सुसंस्कृत, पढ़े लिखे और सामाजिक रूप से संवेदनशील समाज के पाखंड टोंक के बारे में सोचने के लिए और प्रेरित करता है. एक साधारण निम्न वर्गीय समाज के स्त्री के मनोबल और गुद की मदद करने की ताकत से सीख लेने की. ഈ നാടകത്തിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഉച്ചവർഗീയ, സുസംസ്കൃത, പടയലികെ, ഉയർന്ന വർഗത്തിൽപ്പെട്ട ആളുകൾ, നല്ല സംസ്കാരമുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ, അവർ സാമാജിക് രൂപസെ സംവേദനശീൽ സമാജിക്കെ, അതിനോടൊപ്പം തന്നെ സാമൂഹികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പാഖണ്ഡ്, അന്ധവിശ്വാസം, ആ ടോങ്ക് കെ ബാരമേ, ചതി, വഞ്ചന തുടങ്ങിയതിനെക്കുറിച്ച് സോച്ചിനെ ലിയെ അവർ പ്രേരിക്കത്ത, അതിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു നാടകമാണ്. ഇപ്പോൾ ഉയർന്ന വർഗ്ഗക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക
ജാതിയിൽ ഉയർന്നു നിൽക്കുന്ന ആളുകളും സംസ്കാരമുള്ളവരും വിദ്യാസമ്പന്നരുമായിട്ടുള്ള ആളുകളുടെയും അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, വഞ്ചന തുടങ്ങിയെക്കുറിച്ച് ചിന്തിക്കാനും പ്രേരണ നൽകുന്ന ഒരു നാടകമാണിത്. ഇവിടെ ഒരു സാധാരണ താഴ്ന്ന വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു സമൂഹത്തിലെ ഒരു സ്ത്രീയുടെ മനോബലം, സക്കൂബായി എന്ന് പറയുന്ന സ്ത്രീയുടെ മനോബലവും അതുപോലെ സ്വയം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ബലം, അതാണ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഖുദ് കി മദദ് കർനെ കി താക്കത്ത് സേ സീഖ് ലേനെ കി, സ്വയം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ശക്തി, ഒരു ബലം, അത് നമുക്ക് സക്കൂബയിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. സക്കൂബയുടെ മനോബലം എന്താണ്, മനഃശക്തി എന്താണെന്നുള്ളത്. फिर हमें ये सोचने पर मजबूर करता है कि हम में से कितने लोग वास्तव में श्रम की गरिमा का मूल्य जानते हैं और उसकी कद्र करते हैं. ഇതിനോടൊപ്പം നമുക്ക് ചിന്തിക്കാനായിട്ട് വേറൊരു കാര്യം നമ്മൾ നിർബന്ധിതരാകുന്നുണ്ട്. എന്താണ്? നമ്മെ ഏ സോച്ചിനെ पर मजबूर करता है, ഇതും കൂടി നമ്മൾ ചിന്തിക്കാനായിട്ട് നിർബന്ധിതരാവാണ്. ഏതാണ്? हम में से कितने लोग वास्तव में श्रम की गरिमा का मूल्य जानते हैं, നമ്മളിൽ എത്ര ആളുകൾക്കാണ് വാസ്തവത്തിൽ നമ്മുടെ അധ്വാനത്തിൻ്റെ മഹിമ, അധ്വാനത്തിൻ്റെ മഹത്വം എന്താണ്, അതിൻ്റെ മൂല്യം എന്താണെന്ന് അറിയുന്നവരെ എത്ര പേരുണ്ട്? ആ ഉസ്കെ ഖദ് കർത്തെ ഹേ, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നവരെ എത്ര പേരുണ്ട്? അതും കൂടി, അതിനെക്കുറിച്ചും കൂടി ചിന്തിക്കാൻ നമുക്ക് പ്രേരിപ്പിക്കുന്ന ഒരു നാടകം കൂടിയാണത്. ജോ ബി ആപ്കെ വിചാർ और भावनाएं हो, इस उपहासात्मक नाटक के ज़रिए हमारा विश्वास है कि अब से आप अपनी ज़िंदगी में शामिल सक्കൂബായിयों को एक अलग दृष्टि से ज़रूर देखेंगे. അപ്പോൾ അതോടൊപ്പം പറയണേ, ആപ്കെ വിചാർ और भावनाएं हो, നിങ്ങൾക്ക് ചിന്തിക്കാതെ പോലെ നിങ്ങളുടെ സങ്കല്പങ്ങളുണ്ടാവും. ഇസ് ഉപഹാസാത്മക നാടക के ज़रिए, ഈ പരിഹാസം നിറഞ്ഞ, കളിയാക്കൽ നിറഞ്ഞ ഈ നാടകത്തിൻ്റെ മാധ്യമത്താൽ ഹമാരെ വിശ്വാസ് ഹേ കി, നമ്മുടെ വിശ്വാസം ഇതാണ്. എന്താണ്? अब से आप अपनी ज़िंदगी में शामिल सक्കൂബായിयों को एक अलग दृष्टि से जरूर देखेंगे. നാദിറ സഗീർ ബബർ പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വരുന്ന സക്കൂബായിമാരുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ നേരിടുന്ന സക്കൂബായിമാരുണ്ടാവും. അവരെയൊക്കെ एक अलग दृष्टि से जरूर देखेंगे, ഒരു വേറിട്ടൊരു കാഴ്ചപ്പാടിൽ കൂടെ നോക്കിക്കാണണം, തീർച്ചയായിട്ടും അവരെ അങ്ങനെ നോക്കിക്കാണണം എന്ന് പറയുന്നതാണ് നമ്മുടെ നാദിറ സഗീർ ബബറാണ് അത് പറയുന്നത്. അപ്പോൾ സക്കൂബായി എന്ന് പറയുന്ന ഈ നാടകത്തിൽ സക്കൂബായി തന്നെയാണ് ഇതിൽ ഈ നാടകത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സക്കൂബായി എന്ന് പറയുന്നത് ഒരു വീട്ടുവേലക്കാരിയായ ഒരു സ്ത്രീയാണ്. വീട്ടിൽ ഡെയിലി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അതായത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, സക്കൂബായി എന്ന് പറയുന്നത് നമ്മൾ അന്തരംഗ മിത്രമാണ്, വിശ്വാസപാത്ര സലാഹക്കാരാണ്, എന്നാൽ അതിനോടൊപ്പം തന്നെ ഗർക്കെ ചൗക്കിദാർ ബി ഹെ, വീടിൻ്റെ കാവൽക്കാരി കൂടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഈ നാടകത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയുള്ള ആളുകളായാലും നമ്മുടെ എന്താ പറയുക, താഴെ തട്ടിൽ കിടക്കുന്ന ഒരു സാധാരണ സ്ത്രീ എന്ന നിലയ്ക്ക് സമൂഹത്തിൽ ഏറ്റവും താഴേക്ക് കിടക്കുന്ന ഒരു വിഭാഗമാണ് വീട്ടുവേലക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ത്രീയുടെ മനഃശക്തി എന്താണ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ മനസ്സ് അതെന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതിലെ സക്കൂബായി. അതുപോലെ തന്നെ നമ്മളെ നിർബന്ധിതരാക്കുന്നുണ്ട്. അതായത് എത്രത്തോളം ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ അധ്വാനത്തിൻ്റെ മഹത്വം, അതിൻ്റെ മൂല്യം എന്താണെന്നറിയുന്ന ആളുകൾ എത്രത്തോളം ഉണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതിൽ സക്കൂബായിയെ ഇങ്ങനെയുള്ള സക്കൂബായിമാർ നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. ജീവിക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ആളുകൾ. അപ്പോൾ അവരെ ഒരു വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ കൂടെ നമുക്ക് തീർച്ചയായും അവരെ നോക്കി കാണാമെന്നാണ് പറയുന്നത്. ഇത് നാടകത്തിൽ ഇവിടെ പ്രധാന കഥാപാത്രമായിട്ട് സക്കൂബായി ആയിട്ട് അഭിനയിക്കുന്നത് സരിതയാണ്.
ഇതിലെ കഥാപാത്ര പരിചയ ലേഖൻ ഏവം നിർദ്ദേശൻ നാദിറ ജഹീർ ബബ്രാണ്. സരിത ജോഷിയാണ് ഇതിൽ സക്കൂബായി ആയിട്ട് അഭിനയിക്കുന്നത്. നാടകത്തിൽ സക്കൂബായിട്ട് അഭിനയിക്കുന്നത് സരിത ജോഷിയാണ്. അതിലെ മഞ്ച് വ്യവസ്ഥാപകമുണ്ട്, മഞ്ച് സജ്ജ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുടെ പരിചയമുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് സക്കൂബായി തന്നെയാണ്. സക്കൂബായിട്ട് അഭിനയിക്കുന്നത് സരിത ജോഷിയാണ്. ഇനി നമ്മൾ സക്കൂബായി എന്ന് പറയുന്ന നമ്മുടെ നാടകത്തിൻ്റെ രംഗസജ്ജയാണ് പറയുന്നത്. സ്റ്റേജ് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. मंच पर प्रकाश आने पर हम देखते हैं बम्बई में रहने वाला മധ്യവർഗീയ പരിവാർ കാ ഫ്ലാറ്റ്. നമ്മൾ സ്റ്റേജിൽ വരുമ്പോൾ കാണുന്നത് അതായത് നല്ല വെളിച്ചമൊക്കെയുള്ള ബോംബെയിൽ താമസിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ഫ്ലാറ്റാണ് കാണുന്നത്. സുന്ദർ और महंगे तरीके से सजा हुआ है. വളരെ സുന്ദരമായിട്ട് നല്ല വിലപിടിപ്പുള്ള ഫർണിച്ചറൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ഫ്ലാറ്റാണ്. ഫ്ലാറ്റ് മേ ബായി ഓർ ഏക്ക് ദർവാസ ഹൈ. ഈ ഫ്ലാറ്റിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു വാതിലുണ്ട്. ജോ ബാഹർ കി ഓർ ഖുൽത്താ ഹൈ. അത് പുറത്തേക്ക് തുറക്കുന്ന വാതിലാണ്. ജിസ്സെ സീതേ ഹം ഫ്ലാറ്റ് കെ അന്തർ ദാഖിൽ ഹോത്തേ ഹൈ. ദാഖിൽ ഹോന എന്നാണ് പ്രവേശ് കർണ. അപ്പോൾ ആ വാതിലിനുള്ളിൽ കൂടിയാണ്, ആ ഡോറിനുള്ളിൽ കൂടിയാണ് നേരെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. स्टेज के आधे हिस्से में एक काल्पनिक दीवार के उस तरफ बेडरूम है. ഈ സ്റ്റേജിൻ്റെ തന്നെ പകുതി ഭാഗത്ത് അതിലെ ഒരു സാങ്കല്പിക ചുമരുണ്ട്, അതിനപ്പുറത്തായിട്ട് ബെഡ്റൂമാണ്. बीच में एक दरवाज़ा किचन में जाता है जो कि अगर हम चाहें तो स्टेज पर ही बनाया जा सकता है. ഇതിനിടയിൽ ഒരു വാതിലുണ്ട്, അത് കിച്ചണിലേക്ക് പോകുന്ന വാതിലാണ്. ഇനി നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ സ്റ്റേജിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന പറയുന്നത്. और किसी जालीदार खिड़की या पार्टीशन के ज़रिए पात्र किचन में काम करते हुए दिखाई दे सकता है. ഇനി അതുപോലെ തന്നെ കിസി ജാലിദാർ ഖിഡ്ക്കി, അതായത് നെറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ജനലയാണ്. അതല്ലെങ്കിൽ പിന്നെ അവിടെ ആ റൂമിന് തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കഥാപാത്രം കിച്ചണിൽ ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. बेडरूम वाला एरिया प्लेटफॉर्म द्वारा थोड़ी ऊंचाई देकर अलग किया जा सकता है. ഇനി ബെഡ്റൂമിൻ്റെ ആ ഒരു ഏരിയ അത് പ്ലാറ്റ്ഫോം മുഖേന കുറച്ച് ഉയരത്തിലേക്ക് ആണ് ബെഡ്റൂം നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് ഉയർത്തിയിട്ടാണ് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂം ഏരിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് ഉയരത്താണ് നിൽക്കുന്നത്. കമരമേം ടേപ്പ് റെക്കോർഡർ, TV, ഫ്രിഡ്ജ് സഭ. ഇനി ആ റൂമിൻ്റെ ഉള്ളിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്തെല്ലാം വസ്തുക്കളുണ്ടെന്ന് പറയുന്നു. ടേപ്പ് റെക്കോർഡറുണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, അങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെയുണ്ട്. ഗർഭടി അസ്തവ്യസ്ത ഹാലത് മെഹെ. ഈ വീട് വളരെ എന്താ പറയുക, ആകെ പരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഡിസോർഡറായിട്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വീട്. അസ്തവ്യസ്ത ഡിസോർഡറായിട്ട് കിടക്കുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ വീട്. ജൈസേക്ക് ഗർവാലെ ജൽദി മേ നികൽ ഗയേ ഹോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞറിയാം വീട്ടിലുള്ളവർ വളരെ പെട്ടെന്ന് തിരക്ക് പിടിച്ച് തിടുക്കത്തിൽ പോയതായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നാസ്തയ്ക്ക് ബർത്തൻ ഖാനയ്ക്ക് മേസ് പർ പടേ ഹുയേ ഹെ. ഇനി നാസ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ, ബർത്തൻ എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ, അത് ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുപോലെ കപ്പടെ ചപ്പൽ സബ് ഇതുർ ഉദർ ബിക്രെ ഹെ. ഇനി വസ്ത്രങ്ങളായാലും ചെരുപ്പായാലും എല്ലാം അവിടെ ഇവിടെയും വലിച്ചു വാരി പരന്നാണ് കിടക്കുന്നത്. ബാലം കാ ബ്രഷ് ടേബിൾ पर पड़ा है. ഇനി മുടി ചീകുന്ന ചീപ്പ്, ആ ബ്രഷ് ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ബെഡ്റൂം കാ ബിസ്തർ ബി ബിക്രാ ഹെ. ബെഡ്റൂമിലുള്ള കിടക്ക അടക്കം പരന്നാണ് കിടക്കുന്നത്, ഡിസോർഡറായിട്ടാണ് കിടക്കുന്നത്. ഗീല തൗലിയ സോഫെ पर पड़ा है. ഗീല എന്ന് പറഞ്ഞാൽ നനഞ്ഞ, തൗലിയ എന്നാണ് തുവർത്ത്. അപ്പോൾ നനഞ്ഞ ടവല് അല്ലെങ്കിൽ നനഞ്ഞ തുവർത്ത് സോഫയുടെ മുകളിൽ ഇട്ടിട്ടുണ്ട്. रात को पहनने के कपड़े यानी नाइटी वगैरह तकिए के पास या बेडरूम के किसी स्टूल पर पड़े हैं. ഇനി രാത്രി ധരിച്ച വസ്ത്രങ്ങൾ, അതായത് ഇവിടെ നൈറ്റി തുടങ്ങിയ സാധനങ്ങൾ തക്കിയയ്ക്ക് പാസ്, തലയണയുടെ അടുത്ത്,
അതല്ലെങ്കിൽ ബെഡ്റൂം കെ കിസി സ്റ്റൂൾ പെർ പടേ ഹേ, ബെഡ്റൂമിലെ ഏതോ സ്റ്റൂളിൻ്റെ മുകളിലേക്കാണ് രാത്രി ധരിച്ച ഡ്രസ്സ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ചായ കെ കപ്പ് ട്രേ കെ സാത്ത് ബിസ്തർ പെർ പടേ ഹേ, ചായ കപ്പ് ട്രേയോട് കൂടിയിട്ട് കിടക്കയിൽ കിടക്കുന്നുണ്ട്. ടേപ്പ് റിക്കാർഡർ ഗലത്തി സേ ചാലു രഹ ഹേ, ടേപ്പ് റിക്കാർഡർ തെറ്റായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഉസ്മേ FM റേഡിയോ ചൽ രഹാ ഹേ, അതുമാത്രമല്ല FM റേഡിയോയുടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബാഹർ സേ ചാവി ലഗ്നെ കി ആവാസ് ആത്തി ഹേ ഓർ ബാഹർ സേ ഹി സക്കുബായി ബോൽത്തി ഹേ, പുറത്തുനിന്ന് ചാവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, പുറത്തുനിന്ന് സക്കുബായിയുടെ സംസാരവും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ നാടകത്തിൽ മൊത്തം സംസാരിക്കുന്ന ഒരു കഥാപാത്രമുള്ളത് നമ്മുടെ സക്കുബായിയാണ് അവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്നത് സക്കുബായി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ റൂമിനെ കുറിച്ച് പറഞ്ഞു. റൂം എങ്ങനെയാണ്, അവിടെ എന്തെല്ലാം സാധനങ്ങളുണ്ട്, എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അവസാനം നമ്മൾ പറയുന്നുണ്ട് ഇവിടെ ടേപ്പ് റിക്കാർഡർ, TV തുടങ്ങിയ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഫ്ലാറ്റ് വളരെ സുന്ദരമായ ഫ്ലാറ്റാണെങ്കിൽ എല്ലാം പരന്നാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാസ്തയ്ക്ക് ബർത്തൻ, അതായത് ഭക്ഷണം കഴിച്ച സാധനങ്ങളൊക്കെ ഖാനയ്ക്ക് മേസ് പെർ പടേ ഹേ, അതുപോലെ കപ്പടെ ചപ്പലാദി സബ് ഇധർ ഉധർ ബിക്രേ ഹേ, ബാലോं का ब्रश टेबल पर पड़ा है, बेडरूम का बिस्तर भी बिखरा है, गीला तौलिया सोफे पर पड़ा है, रात को पहनने वाले कपड़े या नाइटी वगैरह तकिए के पास या स्टूल किसी स्टूल पर पड़े हैं, चाय कप ट्रे के साथ बिस्तर पर पड़ा है, टेप रिकॉर्डर गलती से चालू रह गया है, उसमें FM रेडियो चल रहा है, बाहर से सकुबाई चाबी लगने की आवाज़ आती है, उसके साथ बाहर से സക്കുബായി ബോൾത്തി ഹേ. ഇതാണ് നമ്മുടെ രംഗസജ്ജയിൽ വരുന്നത്. ഇനി അടുത്ത ദിവസം നമുക്ക് നാടകത്തിലേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.